ഹമീദ് മാമു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം പതിവ് പോലെ തന്നെ സൗദി അറേബ്യയിലുണ്ടായ തൊഴിൽ നിയമങ്ങളിൽ ഒരു മാറ്റമാണ്. സൗദി അറേബ്യ ഈയിടെയായിട്ട് ഒരുപാട് നിയമങ്ങൾ മാറുകയുണ്ടായി. ഇക്കാമ ട്രാൻസ്ഫറിലാണെങ്കിലും ഈ കോൺട്രാക്റ്റിലുള്ള ഡ്യൂറേഷൻ പീരീഡ് കുറക്കുന്നതിലാണെങ്കിലും മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇതിൻ്റെ എല്ലാം പിന്നിൽ 2030 വിഷൻ നടപ്പാക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് സൗദി ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ളത്. അതിനായിട്ട് വിസ നിയമങ്ങളിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മിനിസ്ട്രി ഓഫ് ലേബേഴ്സിന് വർക്ക് ചെയ്യാനുള്ള നല്ലൊരു സാഹചര്യം ഒരുക്കുന്നതിലാണ് ഗവൺമെൻറ് മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. മാത്രമല്ല ആ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു ചെറിയൊരു തുക മാസവരിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉടലെടുത്താലും അതിന് ഞാൻ അപ്പോൾ മറുപടി തരുന്നതാണ്. ഒരുപാട് കമൻറ്റുകളിലൂടെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ സംശയങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയുക എന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ഈ മെമ്പർഷിപ്പ് എടുത്തിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രിഫറൻസ് എനിക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞത്. ദിവസവും 10ഉം 25ഉം ചോദ്യങ്ങൾ സംശയങ്ങൾ എനിക്ക് എൻ്റെ പേഴ്സണൽ വാട്സപ്പിൽ വരുന്നുണ്ട്. മാത്രമല്ല യൂട്യൂബിലെ കമൻട്രി ബോക്സിലും ഇതുപോലുള്ള സംശയങ്ങൾ തികച്ചും നിയമത്തെ പറ്റിയാണ്, സൗദി അറേബ്യയിലെ നിയമങ്ങളെ പറ്റിയാണ് കൂടുതലും ചോദിക്കുന്നത്. കാര്യം അവിടുത്തെ നിയമങ്ങൾ ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള നിയമങ്ങളാണ്. കാര്യം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളായതുകൊണ്ടാണ് ഈ സംശയങ്ങൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ സംശയങ്ങൾ ചോദിക്കുമ്പോൾ മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് നിങ്ങളതിൽ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എളുപ്പം മറുപടി തരും. മറ്റുള്ളവർക്കും ഞാൻ മറുപടി കൊടുക്കും, പക്ഷെ അതിന് സമയം എടുക്കും. അതിലെന്നോട് പരുവം തോന്നരുതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. പ്രധാനമായിട്ടും ഒരു മാറ്റമാണ് സൗദി ലേബർ ലോയിൽ സൗദി ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഈ റിട്ടയർമെൻറ്റ് ഏജിൽ വന്നൊരു മാറ്റം. കാര്യം റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് ഇന്നത്തെ നിയമം അനുസരിച്ച് 60 വയസ്സിലാണ് റിട്ടയർമെൻറ്റ് ഏജ് കണക്കാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിട്ടയർമെൻറ്റ് ഏജ് കൂട്ടുകയുണ്ടായി, 65 വയസ്സായിട്ട് വർദ്ധിപ്പിക്കുകയുണ്ടായി. പ്രവാസികളെ സംബന്ധിച്ചാണെങ്കിലും സൗദി അറേബ്യയിലെ ജനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും തൊഴിൽ നിയമത്തിൽ വന്ന ഈ മാറ്റം വളരെയധികം സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് സൗദി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സൗദികളെ സംബന്ധിച്ചാണെങ്കിൽ സുസ്ഥിരമായ ജീവിത സാഹചര്യം ഉറപ്പാക്കാനും വിരമിച്ചവരുടെ ജീവിത നിലവാരം ഉറപ്പിക്കാനുമാണ് ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത്. പ്രവാസികളെ സംബന്ധിച്ചാണെങ്കിൽ പ്രവാസികൾക്ക് എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. കാര്യം 65 വയസ്സ് വരെ നമ്മൾ ഒരു 5 വർഷ കാലാവധി കൂടി നീട്ടിക്കിട്ടുകയാണ്. 65 വയസ്സ് വിരമിക്കൽ പ്രായമായിട്ട് നിശ്ചയിക്കുമ്പോൾ മാറേണ്ട മറ്റൊരു നിയമം കൂടിയുണ്ട്. സോഷ്യൽ ഇൻഷുറൻസ് സംവിധാനം, അതിൽ ഭേദഗതി വരേണ്ടതായിട്ടുണ്ട്. ആ ഭേദഗതിയും കൂടി നടപ്പിലാക്കുമെന്നാണ് സൗദി ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. സൗദിയിലെ ജനറൽ ഡയറക്ടറേറ്റ് ഫോർ റിട്ടയർമെൻറ്റ് അഫയേഴ്സ് വിഭാഗമാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ മാറ്റത്തെപ്പറ്റി പ്രധാനമായും പറയുന്നത്. 48 വയസ്സ് 6 മാസമായി അതിന് താഴെയുള്ളവർക്കാണ് പദ്ധതി ആദ്യമായിട്ട് പ്രയോഗത്തിൽ വരുമ്പോൾ പ്രയോജനം അതിൻ്റെ ഗുണഭോക്താക്കളാകുന്നത്. ഇപ്പോൾ 60 വയസ്സിലെത്തി നിൽക്കുന്നവർക്കൊരു ആശങ്കയുണ്ട്, ഇപ്പോഴുള്ള നിയമം അവർക്ക് ബാധകമാകുന്നുള്ളത്. അവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ 48 വയസ്സും 6 മാസവും കഴിഞ്ഞ അതിന് മേൽപ്രായമുള്ളവർ അവർക്ക് ഈ പദ്ധതി ഗുണകരമാവില്ല. കാര്യം അവരെ സംബന്ധിച്ച് പഴയ നിയമം തന്നെയാണ്. അതായത് 60 വയസ്സിൽ അവർ റിട്ടയർ ആവേണ്ടി വരും. 48 വയസ്സും 6 മാസത്തിന് താഴെ പ്രായമുള്ളവർക്ക് അവരാണ് ഈ പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കളായി മാറുന്നത്. അതുപോലെ 29 വയസ്സ് മുതൽ 29 വയസ്സിനും മേലുള്ളവർക്കും ഈ പദ്ധതിയിൽ ഇപ്പോൾ ജോലിക്ക് ചേർന്ന് 29 വയസ്സുള്ളവർ, 29 വയസ്സിന് താഴെയുള്ളവർ അവർക്കെല്ലാം ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നതാണ്. 65 വയസ്സെന്നുള്ള സ്കീമിലേക്ക് അവരെ കൊണ്ടുവരുന്നതാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പദ്ധതി, അതായത് 65 വയസ്സെന്നുള്ള റിട്ടയർമെൻറ്റ് പ്രായത്തിലേക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പിലാക്കുന്നത്. പുതിയ റിട്ടയർമെൻറ്റ് പ്രായം ക്രമാനുഗതമായി
നടപ്പിൽ വരുന്നത്. അതായത് 4 മാസം കൊണ്ട് ഇത് നടപ്പിലായിട്ടില്ല. 4 മാസം കൊണ്ട് ഇത് നടപ്പിലാവുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന റിക്രൂട്ട്മെന്റ് എല്ലാം വയസ്സിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് 29 വയസ്സിന് താഴെയുള്ളവരൊക്കെ ആണെങ്കിൽ 48 വയസ്സ് മുതൽ 6 മാസം വരെ പ്രായമുള്ളവർക്ക് ഇതിന്റെ ഗുണഭോക്താക്കളാകാൻ കഴിയും. അതിനു മേലെ 48 വയസ്സ് 6 മാസം കഴിഞ്ഞവർക്ക് ഇതിന്റെ ഗുണഭോക്താക്കളാകാൻ കഴിയില്ല എന്ന് സാരം. അപ്പോൾ ഇതെല്ലാം ആയുർദൈർഘ്യത്തിൽ വന്ന ഒരു മാറ്റമാണ് സൗദി ഗവൺമെന്റിനെ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. കാര്യം ലോകത്തെമ്പാടും ഉള്ള രാജ്യങ്ങൾ അവരുടെ ആയുർദൈർഘ്യം എത്രയാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദിയിലും ആയുർദൈർഘ്യം പറയുന്നത് 1969 52 വയസ്സാണ് ആയുർദൈർഘ്യമായിട്ട് കണക്കൂട്ടിയിരുന്നത്. എന്നാൽ 2022 ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യം സൗദിയിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത് 78 വയസ്സായിട്ട് ഉയരുകയുണ്ടായി. അപ്പോൾ ഈ സ്കെയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. 65 വയസ്സാക്കി വിരമിക്കൽ പ്രായം കൊണ്ടുവന്നത്. ഈ കാര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യാണ് ഈ നിയമം നടപ്പിലാക്കുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ഒരു തീരുമാനം തന്നെയാണ് 65 വയസ്സ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങളാണ് സൗദി ഗവൺമെന്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സൗദി മന്ത്രാലയം ഈ കാര്യം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ സൗദി മിനിസ്ട്രി കൂടുകയും സൗദി രാജാവ് ഇതിന് അംഗീകാരം നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏതാണ്ട് ഒരു 4 മാസം കഴിഞ്ഞ് ഇത് പ്രാവർത്തികമായി തുടങ്ങും. അപ്പോൾ ഈ പ്രവാസികളെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞു, അവർക്ക് എൻഡ് ഓഫ് ബെനിഫിറ്റിൽ കാര്യമായ ഒരു വ്യത്യാസം ഉണ്ടാകും. സ്വദേശികളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിക്കും. അവരുടെ സുസ്ഥിരമായ ഒരു ജീവിത സാഹചര്യം ഉറപ്പാക്കാനും വിരമിച്ചവരുടെ ജീവിത നിലവാരം ഉറപ്പാക്കാനുമാണ് പദ്ധതി ഇങ്ങനെ ഈ 65 വയസ്സിലേക്ക് വിരമിക്കൽ പ്രായം കൊണ്ടുവന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും. നിയമപരമായ ഇത്തരം വീഡിയോകളാണ്. ഇനിയും ഒരുപാട് സൗദി നിയമങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ടൈമിൽ വാച്ച് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിയമപരമായ സംശയങ്ങൾ പെട്ടെന്ന് ദൂരീകരിച്ച് തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോ ഗുഡ് ബൈ.